6-ാം വയസ്സിൽ പോളിയോ മൂലം അരയ്ക്ക് താഴേക്ക് തളർന്നുപോയ ഷാജി മാത്യു. മനക്കരുത്താൽ ഒരു കർഷകന് നേടുവാൻ കഴിയുന്നതിലേറെ ഉയരങ്ങളിലെത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. കാർഷിക ജീവിതയാത്രയിൽ തുണയാകുവാൻ മനക്കരുത്തുള്ള കൃഷിപ്പണികൾ എടുക്കുവാൻ മടിയില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് ദൈവം ഷാജിക്ക് നൽകിയത്. ദൈവത്തിൻ്റെ ശിഷ്യന്മാരാണ് യഥാർത്ഥ കർഷകരെന്ന് വിശ്വസിക്കുന്ന കർഷക കുടുംബത്തിലെ അംഗമായ ഷാൻഡി. വലിയ ആഗ്രഹങ്ങളില്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണമെന്ന മോഹത്താൽ മാതാപിതാക്കളുടെ തീരുമാനത്തെ മനസ്സാ ഉൾക്കൊണ്ടു. ഒരു വികലാംഗനെ കെട്ടാനുള്ള തീരുമാനത്തെ പലരും എതിർത്തെങ്കിലും മണ്ണും കൃഷിയും ചതിക്കില്ലെന്ന വിശ്വാസവും കർഷകൻ പൊന്നുവിളയിക്കുമെന്ന അറിവും ജീവിതയാത്ര തുടരുവാൻ പ്രേരകമായി. ഈ ജീവിതത്തിലൂടെ ഞാൻ കടന്നു വരുമ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു കണ്ടിഷ്ടപ്പെട്ടു പോയി. കാരണവന്മാർ പറഞ്ഞു നീ ഇവനെ കല്യാണം കഴിച്ചാൽ മതി, നിനക്ക് ദോഷമൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് അന്ന് ചിന്തിക്കാനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളുക, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ കാലം. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ച് ജീവിതത്തിലോട്ട് വന്നു. ഈ കല്യാണം കഴിച്ച് വരുന്ന കുടുംബം ഒരു കർഷക കുടുംബമായിരുന്നു. ആ കൃഷിയായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു. അന്ന് എല്ലാവരും പറഞ്ഞു എൻ്റെ ജീവിതം ആകെ കഷ്ടമാകും, എന്നുവെച്ചാൽ വികലാംഗനായ ഒരാളാണ്, കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, ചാച്ചനും അമ്മച്ചിയേ ഉള്ളൂ, കൂടപ്പുറപ്പുകളെല്ലാം കല്യാണം കഴിച്ച് വേറെയാണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അന്ന് തൊട്ട് ഇന്നോളം ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് ലോകമെങ്ങും അറിയപ്പെടുന്നൊരു വ്യക്തിയായി. ഒത്തിരി അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ അത് പറഞ്ഞു തന്ന എന്നെ ഓരോ കാര്യങ്ങളും അന്ന് 1991 കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന ചേട്ടൻ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അത് എന്നെപ്പോലെ തന്നെ ഞാനും ചെയ്യണം, നിനക്കും ചെയ്യാൻ കഴിയും എന്ന് എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അഥവാ ഞാൻ ചെയ്യുന്നില്ല തന്നെ എന്നെ വഴക്ക് പറഞ്ഞാണ് ചെയ്യിപ്പിച്ച് നല്ലൊരു എല്ലാ കാര്യത്തിലും, അതായത് ഡ്രൈവിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, എല്ലാ പണികളും ചേട്ടൻ അറിയാവുന്ന എല്ലാ പണികളും എന്നെ പഠിപ്പിച്ച് നല്ലൊരു നേഴ്സറി, നല്ലൊരു സ്ഥാപനമായിട്ട് കൊണ്ടു നടക്കാനും എന്നെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ ഇതുവരെ സന്തോഷമായിട്ട് കഴിയുന്നു. ഹരിതപൂർണമായ ശുദ്ധവായു സമൃദ്ധമായി ലഭിക്കുന്ന സമ്മിശ്ര കൃഷിയിടത്തിലെ ജീവിതത്തിൽ തളരാതെ പഠനം, വീട്ടിലെ സ്നേഹപൂർണമായ അന്തരീക്ഷത്തിൽ വീട്ടിലെത്തിയിരുന്ന അധ്യാപകനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിച്ചാൽ ജീവിതകാലത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകില്ലെന്ന തിരിച്ചറിവ് ചെറുപ്പത്തിലേ ഉണ്ടായി. ഉറച്ച ദൈവവിശ്വാസി, ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ എന്തും നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു കർഷകനാണ് ഷാജി. മാതാപിതാക്കൾ പകർന്നു നൽകിയ കാർഷിക അറിവുകൾ മക്കൾക്കും പകർന്നു നൽകി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ ഷാജിക്ക് സാധിച്ചു. അതിന് തുണയായി, കൂട്ടായി എന്നും കൂടെ നിന്നത് ഭാര്യ ഷാൻഡിയായിരുന്നു. ദൈവം സ്നേഹപൂർവ്വം നൽകിയ മക്കളും കൃഷികളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഇളയാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അവിടെ ചാച്ചനും അമ്മച്ചിയും ചേട്ടന്മാർ രണ്ടുപേരും വേറെ, പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടതും പാലായിലാണ്. പിന്നെ ചേട്ടന്മാരെല്ലാം എല്ലാവരും നല്ല സഹകരണത്തിലായിരുന്നു. ഞങ്ങളായിരുന്നു കുടുംബത്തിൽ. ചാച്ചനും അമ്മച്ചിയാണെങ്കിൽ പൂർണ്ണ സഹകരണം. എല്ലാ കാര്യങ്ങളും, കൃഷിയാണേലും എല്ലാ കാര്യത്തിനും പോകാനും വരാനും എല്ലാത്തിനും നല്ല സഹകരണമുള്ള കാരണന്മാരായിരുന്നു. ആ കൃഷി വിജയപ്രദമായി ഇന്ന് വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഒരു നേഴ്സറി ഉണ്ട്, നേഴ്സറി ഭംഗിയായിട്ട് പോകുന്നു. മുയൽ, കോഴി, പക്ഷിമൃഗാദികളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വലിയ പന്നികൾ, അങ്ങനെയല്ല ഇവർക്കെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കണം സമയത്ത്. രാത്രി ഞാനും എൻ്റെ ഹസ്ബൻഡ് ഷാജി മാത്യു, പപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഞങ്ങൾ എഴുന്നേറ്റ് 3 മണിയാകുമ്പോഴേ പച്ചക്കറികളെല്ലാം നനച്ച് 8 മണിയാകുമ്പോൾ പണിക്കാർ വരുമ്പോൾ പിന്നീട് അവരുടെ കൂട്ടത്തിലാണ് പണിക്കിറങ്ങും. രാവിലെ ഞങ്ങൾ ഒരു 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങളുടെ ദിനകൃത്യങ്ങൾ, അതായത് വേനലാണെങ്കിൽ നനയ്ക്കലും പരിപാടികളൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ചേന, അന്നത്തെ കാലത്താണ് ചേന, ചേമ്പ്, കാച്ചിൽ, പയർ ഇതൊക്കെ നടും. കുംഭം 10-ന് എൻ്റെ ചാച്ചന് നിർബന്ധമായിട്ടും പച്ചക്കറി നട്ടിരിക്കണം, നനച്ച് നടും. അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അപ്പോൾ കപ്പയുണ്ടാവും, ചേന, ചേമ്പ്, പയർ അങ്ങനെയുള്ള സാധനങ്ങൾ. ഞങ്ങളത് 3 മണിയാകുമ്പോൾ നനച്ച്, ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങി അത് നനച്ച് 10 മണിയാകുമ്പോഴത്തേക്കും പണിക്കാർക്ക് കാപ്പിയാക്കണം. അത് ഞങ്ങൾ 6 മണിയാകുമ്പോഴത്തേക്കും നനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 10 മണിക്കത്തേക്ക് കപ്പയൊക്കെ പുഴുങ്ങി ഞാനും അമ്മച്ചിയും, ചാച്ചനും പപ്പയും വേറെ പണിയായിരിക്കും, ഞങ്ങളും അമ്മച്ചിയും കൂടെ കപ്പയൊക്കെ പുഴുങ്ങി പണിക്കാർക്ക് കപ്പയും കഞ്ഞിയും അതാക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് അന്നൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ വിരുന്നുകാർ വരുന്ന സമയമാണ്. അപ്പോൾ അവർക്കും എല്ലാവർക്കും കൂടെ ആക്കണം. 10 മണി 11 മണിയാകുമ്പോൾ ഞങ്ങളുടെ അടുക്കളപ്പണിയെല്ലാം തീർത്ത് ഞങ്ങൾ വീണ്ടും കൃഷിയിലോട്ട് തന്നെ ഇറങ്ങും.
വ്യത്യസ്ത വിളകളാൽ സമ്പന്നമായ പരമ്പരാഗത കൃഷിയിടം. മുയലുകൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളും പക്ഷികളും അല്ലലില്ലാത്ത ജീവിതം കൃഷിയിലൂടെ മികച്ച വരുമാനം ഉറപ്പാക്കിയിരുന്ന ആദ്യ കാലഘട്ടം. കൃഷിക്ക് മുൻതൂക്കം നൽകിയിരുന്ന ഭരണഘടന, കൃഷിയോട് താല്പര്യമുണ്ടായിരുന്ന നല്ലൊരു സമൂഹം, കാർഷിക രംഗത്ത് സ്വന്തമായി തയ്യാറാക്കുന്ന വളങ്ങളും പച്ചിലകളും ചാണകവുമായിരുന്നു പ്രധാന വളം. കീടബാധകൾ വളരെ കുറവ്, സൂക്ഷ്മതയോടെയുള്ള കൃഷിപരിചരണങ്ങൾ, വീട്ടുജോലികൾക്ക് ശേഷം കൂടെ നിന്ന് സഹായിക്കുന്ന ഭാര്യ ഷാൻഡി, മാതാപിതാക്കൾ പകർന്നു തരുന്ന അറിവുകൾ തൻ്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തി ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ കൃഷികളെ പരിചരിക്കുന്ന ഷാജി മാത്യു. ഷാജിയിൽ നിന്ന് കാർഷിക അറിവുകൾ നേടി കൃഷിയിൽ സജീവമായ ഷാൻഡി കാർഷിക വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിക്കുകയും ഉയർന്ന നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന മാതാപിതാക്കൾ, പഠനത്തോടൊപ്പം കൃഷി പരിചരണത്തിലും അറിവ് പകർന്നു നൽകുന്ന മാതാപിതാക്കൾ, അവരും കാർഷിക രംഗത്ത് സജീവമാണ്. ആധുനികമായ ജീവിത രീതികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും കൃഷിയെ ദൈവതുല്യമായി കാണുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. നല്ല രീതിയിൽ പരിചരിച്ചാൽ ഇന്നും കൃഷി തന്നെയാണ് സന്തോഷമേകുന്ന ഏക തൊഴിൽ. അറിയപ്പെടുന്ന തരത്തിൽ നല്ലൊരു കർഷകയെ വളർന്ന സന്തോഷവും ഷാൻഡിക്കുണ്ട്. ചാച്ചൻ, എൻ്റെ പപ്പയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചാച്ചൻ നിലനിർത്തിയ പാരമ്പര്യം, അതായത് കൃഷി രീതികൾ ഓരോന്ന് അന്നത്തെ പഴയ തലമുറയുടെ കൃഷി രീതികൾ, അത് പുത്തൻ അറിവിലേക്ക് പപ്പ തിരിച്ചു കൊണ്ടുവന്നു. അതിൽ നിന്നും ഞങ്ങൾ വ്യത്യസ്തമായിട്ട് കുറേ പുതിയ ഇനങ്ങൾ കണ്ടുപിടിക്കുകയും ഉണ്ടാക്കുകയും വിൽപ്പന നടത്തുകയൊക്കെ ചെയ്തു. ആ കൃഷി രീതിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഉളുക്കലിൽ മാതാ നഴ്സറി എന്നൊരു നഴ്സറി ഉണ്ട്. അതിൻ്റെ കൃഷിയിൽ നിന്നാണ് മക്കളെല്ലാം പഠിക്കുന്നത്. അഥവാ ഞങ്ങൾ നഴ്സറിയിൽ ഇല്ലെങ്കിൽ തന്നെ ഒരു ദിവസം ഇല്ലാതെ വന്നാലും അത് നനയ്ക്കാനും, ഒരാൾ വന്നാൽ അവരെ മേക്കപ്പ് ചെയ്ത് സാധനങ്ങൾ കൊടുക്കാനും, പൈസ കൃത്യമായിട്ട് മേടിക്കാനും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾ ഇപ്പോഴേ പഠിത്തം മാത്രമല്ല കൃഷി രീതി എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ മക്കളെ വളർത്തുന്നതും സ്ഥാപനത്തിൽ ഇരുത്തിയിരിക്കുന്നത്. മോശമായ ഒരാൾ ഇതുവരെ നഴ്സറി വന്നിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് കൃഷി എങ്ങനെ ചെയ്യണമെന്നും ഒരു സാധനം ഉണ്ടാക്കി അത് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾ മക്കളിൽ ഇപ്പോഴേ ഞങ്ങളുടെ മക്കൾക്കറിയാം എങ്ങനെ കൊടുക്കണം, എങ്ങനെയാണ് ഒരാളോട് പെരുമാറണം. ഞങ്ങൾ പഠിച്ചതായിരുന്നു, അത് ഞങ്ങൾ തിരിച്ച് മക്കൾക്ക് കൊടുത്ത് അവർ പഠിക്കുന്നുമുണ്ട്. അതുകൂടാതെ ഞങ്ങളെ കൃഷി സഹായിച്ച് സന്തോഷമായിട്ട് പോകുന്നു. എൻ്റെ ഹസ്ബൻഡിന് സാധാരണ ഒരാളെ പോലെ ജോലി എടുത്തോ അല്ലെ ജോലിക്ക് പോയാൽ അന്നത്തെ കാലമാകുമ്പോൾ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. സ്കൂളിലെ ഹെഡ്മാഷ് വീട്ടിൽ വന്ന് ട്യൂഷൻ എടുത്താണ് ചേട്ടൻ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ അന്നത്തെ കാലത്ത് സാധ്യമല്ലാത്തതിൻ്റെ പേരിൽ വലിയ തൂമ്പാപ്പണി അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല. ഇരുന്നുകൊണ്ടുള്ള എല്ലാ പണികളും എടുക്കുന്നതല്ലാതെ തൂമ്പാപ്പണികളൊന്നും എടുക്കാൻ കാര്യമായി. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നഴ്സറി ഉണ്ടായിരുന്നു. ആ നഴ്സറിയിൽ അന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കുരുമുളക്, കശുമാവ്, മാവ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാണ് അത് വിപുലീകരിച്ച് വലിയ തോതിലായത്. അപ്പം ഞങ്ങൾക്ക് ഒരു ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട് മേടിച്ച് കൂട് നിറച്ച് കുരുമുളക് നടണം, കശുമാവ് നടണം, അത് ഗ്രാഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഗ്രാഫ്റ്റിങ്, ബഡ്ഡിങ്, ലെയറിങ് ഒക്കെ പഠിച്ചത്. ഇത് ആരിൽ നിന്നാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് പഠിക്കുന്നത്. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നുണ്ട്, അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രിയിലായാലും പകലായാലും ഇത് ചെയ്ത് പണിക്കാരെയെല്ലാം കൂട്ടി ചെയ്ത് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഒരു നഴ്സറിയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ രീതിയിൽ ഒരു നഴ്സറിയൊക്കെ നടന്നു പോകുന്നു.